മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമലയ്ക്കാണ് ഗൈസ് ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി പോണത്. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഗൈസ് എവിടെയും പോകണമെന്നില്ല. അങ്ങനെയാണ് നമ്മൾ കൊടികുത്തിമല 10-12 പ്രാവശ്യം ഊട്ടിക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടുള്ള കൊടികുത്തിമലയ്ക്ക് ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം കാണാതെ പോലെ വളരെ മോശമായതുകൊണ്ടാണ് നമ്മൾ നേരെ വിട്ടതും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുൾ കൊടികുത്തിമലേൻ്റെ വീഡിയോസ് മാത്രമാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമില്ല, ഫുള്ള് കോട നിറഞ്ഞിട്ടുള്ള കൊടികുത്തിമലയെ കാണാൻ ഭയങ്കര ലുക്കായതുകൊണ്ടാണ് ആ കോട പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ നമ്മളെ കൊടികുത്തിമല എങ്ങനെ കൊടികുത്തിമലായി എന്ന പേര് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയരത്തിൽ അമ്മിണിക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടി നടന്ന സർവേയിൽ പ്രദേശത്ത് സർവേ നടക്കുകയും സർവേയുടെ ഭാഗമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഒരു കൊടി നടുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശം കൊടികുത്തിമല എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൊടികുത്തിമലയെ പറ്റിയിട്ട്. 360 ഡിഗ്രി വ്യൂ ഉള്ള കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്നാണ് കൊടികുത്തിമല. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് പോയത് ഗൈസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരവസ്ഥയാണ്. കാരണം ഒരു കോടയുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ നടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്തിയ സമയം കുറച്ച് നേരം വൈകി പോവുകയും ചെയ്ത്. എന്തായാലും ഇത്രയൊക്കെയുള്ള നമ്മളെ കൊടികുത്തിമലേൻ്റെ വ്ളോഗ് ഗൈസ്. അങ്ങനെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങുകയും ചെയ്തിട്ടാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു ചായയും കുടിച്ച് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായി. അങ്ങനെ ഇന്നത്തെ ഒരു ഞായറാഴ്ച നമ്മൾ എന്തുകൊണ്ടും വൈബാക്കിയിരിക്കുന്നു. അപ്പോൾ ബായ്.